ശ്രീറാം ഗ്രൂപ്പ് എന്ന കമ്പനിയെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് സംസാരിക്കുന്നത്. 1974 ആരംഭിച്ച കോൺഗ്ലോമറേറ്റ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കമ്പനിയാണ് ശ്രീറാം ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ് കോൺഗ്ലോമറേറ്റ് എന്ന് നോക്കാം. ഒരു മൾട്ടി ഇൻഡസ്ട്രി കമ്പനിയാണ് നമ്മൾ സാധാരണ കോൺഗ്ലോമറേറ്റ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. പരസ്പരം ബന്ധമുള്ളതോ ബന്ധമില്ലാത്തതോ ആയിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള ബിസിനസ്സുകളിൽ ആ ഒരു കമ്പനി ഇടപെടുന്നുണ്ടായിരിക്കും, ആ ഒരു കമ്പനി പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള കമ്പനികളെയാണ് നമ്മൾ കോൺഗ്ലോമറേറ്റ് എന്ന ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള കമ്പനികൾക്ക് സാധാരണയായിട്ടൊരു പേരൻറ്റ് കമ്പനിയും ഉണ്ടായിരിക്കും. ഒരു കുടുംബത്തിലിപ്പം ഒരുപാട് കുട്ടികളുണ്ട്, അവർ പല തൊഴിലുകൾ ചെയ്യുന്നു. അതേപോലെ തന്നെ ശ്രീറാം ഗ്രൂപ്പിനൊരു പേരൻറ്റ് കമ്പനിയുണ്ട്. അതിൻ്റെ കീഴിൽ മറ്റ് ഒട്ടനവധി ബ്രാഞ്ചസ് ആയിട്ട് ഒട്ടനവധി ബിസിനസ്സുകൾ ഈ ഒരു കമ്പനി ചെയ്യുന്നുണ്ട്. 1974 ഏപ്രിൽ 5 ഈ ഒരു കമ്പനിയുടെ ആരംഭം. ആർ ത്യാഗരാജൻ, AVS രാജ, T ജയരാമൻ എന്നീ 3 പേർ ചേർന്നാണ് ഈ ഒരു കമ്പനി തുടക്കത്തിൽ ആരംഭിക്കുന്നത്. ഒരു ചെറിയ ചിറ്റ് ഫണ്ട് കമ്പനിയായിട്ടാണ് ഈ ഒരു കമ്പനി ആരംഭിക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രവർത്തനം വളരെ വേഗത്തിൽ തന്നെ മറ്റ് ഫീൽഡുകളിലേക്ക് വ്യാപിക്കുകയും ഇന്നിപ്പോൾ ഇന്ത്യയിൽ സാമ്പത്തിക മേഖലയിലും അതുപോലെ ഇൻഷുറൻസ് മേഖലയിലും ഒഴിച്ചുകൂടുവാൻ കഴിയാത്ത ഒരു കമ്പനിയായിട്ട് ശ്രീറാം ഗ്രൂപ്പ് മാറിയിട്ടുണ്ട്. 2013 ഏപ്രിൽ 5 ഈ ഒരു കമ്പനിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ ആർ ത്യാഗരാജന് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിക്കുകയുണ്ടായി. രാഷ്ട്രപതി പ്രണവ് മുഖർജിയിൽ നിന്നുമാണ് അദ്ദേഹം അത് സ്വീകരിച്ചത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ ഒരു ബഹുമതി നൽകിയത്. ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി മേഖലയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസിന് വേണ്ടിയാണ് ഈ ഒരു പുരസ്കാരം നൽകിയത്. അടുത്തായിട്ട് നമുക്ക് ശ്രീറാം ഗ്രൂപ്പിനെ പറ്റി കൂടുതൽ അറിയാം. 2025 സെപ്റ്റംബർ വരെയുള്ള കണക്കുകളാണ് ഞാൻ പറയുന്നത്. ഈ ഒരു കണക്കനുസരിച്ച് ഇന്ത്യയിൽ ആകമാനമായി 4700-ലധികം ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പോഴും പുതിയ പുതിയ ബ്രാഞ്ചസ് ഓപ്പൺ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 18 ലക്ഷത്തോളം വരുന്ന ഒരു മാർക്കറ്റിംഗ് ടീം ഈ ഒരു കമ്പനിക്കുണ്ട്. സാലറിഡ് എംപ്ലോയീസ് ആയിട്ട് തന്നെ 1,18,000-ലധികം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്ട് 35 മില്യൺ കസ്റ്റമർ ബേസ് ഉള്ള ഒരു കമ്പനിയാണിത്. ഈ കമ്പനിയുടെ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 3.5 ലക്ഷം കോടിക്ക് മുകളിലാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഒരു പേരന്റ് കമ്പനിയുണ്ട്, അതിൻ്റെ അണ്ടറിൽ ബ്രാഞ്ചസ് ആയിട്ട് തന്നെ ഒട്ടനവധി കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ശ്രീറാമിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീറാം ഫിനാൻസ് ഉണ്ട്, ശ്രീറാം ഹൗസിംഗ് ഫിനാൻസ് ഉണ്ട്, ശ്രീറാം ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ശ്രീറാം ജനറൽ ഇൻഷുറൻസ് ഉണ്ട്, ശ്രീറാം ഇൻസൈറ്റ് ഉണ്ട്, ശ്രീറാം ഫോർച്യൂൺ ഉണ്ട്, ശ്രീറാം AMC ഉണ്ട്, ശ്രീറാം വെൽത്ത് ഉണ്ട്, ശ്രീറാം പ്രോപ്പർട്ടീസ് ഉണ്ട്. അങ്ങനെ ഒട്ടനവധി സബ്സിഡറീസ് ഇതിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു കൂട്ടത്തിലെ ഒരു ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ് ശ്രീറാം ഫിനാൻസ് എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. 2024 മാർച്ച് 28 ശ്രീറാം ഫിനാൻസ് നിഫ്റ്റി 50-ലേക്ക് ഉൾപ്പെട്ടു. ഒരു കമ്പനിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയിലെ ടോപ്പ് 50-ൽ എത്തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചൊരു സ്വപ്നതുല്യമായിട്ടുള്ളൊരു നേട്ടമാണ്. അങ്ങനെ ഒരു നേട്ടം നേടുവാൻ വേണ്ടി ശ്രീറാം ഫിനാൻസിന് 2024 മാർച്ച് 28 സാധിച്ചു. നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും വളരെ വലിയ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട ചില ഇൻവെസ്റ്റേഴ്സിനെയാണ് നമ്മളിപ്പം കാണുന്നത്. ഇന്ത്യയിലെ തന്നെ മിക്കവാറും എല്ലാ ബാങ്കുകളും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസും ശ്രീറാമിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, പ്രധാനപ്പെട്ട നമ്മൾ കേട്ടിട്ടുള്ള മിക്കവാറും എല്ലാ ബാങ്കുകളും ഉണ്ട്, അവരൊക്കെ ശ്രീറാമിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് ഒഴിച്ചുകൂടുവാൻ കഴിയാത്ത സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് ശ്രീറാം ഗ്രൂപ്പ് എന്ന് പറയുന്നത്.